ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വർണ്ണക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ മോനിഷ പറയുന്നതൊന്നും പ്രീത കേൾക്കാൻ തയ്യാറാകുന്നില്ല. പ്രീത പറയാണ്, ഞാനുള്ളിടത്തോളം കാലം അവനൊന്നും വരാൻ ഞാൻ സമ്മതിക്കത്തില്ല, അവന് ഞാനൊരു പ്രൊട്ടക്ഷൻ ആയിട്ടുണ്ടാകുമെന്നൊക്കെ പറയാണ്. ഇത് പറയാണ്, ഇവൻ കുടിച്ചതിനും കാരണം ചിലപ്പോൾ നീ തന്നെയായിരിക്കും. നീ പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് പൊക്കോണം, അല്ലെങ്കിൽ ഞാൻ മാനേജറിനെ ഇൻഫോം ചെയ്യും, നിന്റെ കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറയുമെന്ന് സൂചിപ്പിക്കുകയാണ്. മോനിഷ അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവിടെ നിന്നാൽ ചിലപ്പോൾ ഇനിയും പ്രശ്നമാകും, എല്ലാ കാര്യങ്ങളും പോയിട്ട് പൃഥ്വിയോട് പറയാമെന്ന് വിചാരിക്കുന്നു. സമയം ഷേർലിനും പൃഥ്വിയുമാണെങ്കിൽ കുടിച്ചിട്ട് ആഘോഷിക്കുകയാണ്. ഇന്ന് നമുക്ക് നല്ലൊരു വിജയമുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് മോനിഷയാണെങ്കിൽ പൃഥ്വിയെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. എന്താണ് പ്രീതയെ കൺട്രോൾ ചെയ്യാഞ്ഞതെന്ന് ചോദിക്കുന്നു. പ്രീതയാണ് ഇവിടെ വന്ന് എല്ലാ പ്രശ്നമാക്കിയതെന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ പ്രീത ഇവിടെ നിന്ന് കൂട്ടിയിട്ട് പോകണം, എങ്കിൽ മാത്രമേ പ്ലാൻ നടക്കത്തുള്ളൂ എന്ന് പറയുന്നു. പൃഥ്വി അപ്പോൾ പറയാണ്, എല്ലാം ഷേർലിൻ കാരണമാണ്. ഷേർലിൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പ്രീതയുടെ കൂടെ ഉണ്ടായേനെ, എല്ലാ പ്ലാനും സക്സസ് ആയേനെ എന്നൊക്കെ പറയാണ്. ഇതാണെങ്കിൽ കിരണിനെ ഒരുപാട് വഴക്ക് പറയുകയാണ്. നീ എന്തിനാണ് ഇത്രയും കുടിച്ചത്, നീ ഇങ്ങനെയൊക്കെ പെരുമാറാമോ എന്ന് ചോദിച്ചിട്ട് ആണെങ്കിൽ പക്ഷെ ഒന്നും കേൾക്കുന്നില്ല, മയങ്ങി കിടക്കുകയാണ്. കിരണിന്റെ മുഖത്താണെങ്കിൽ പ്രീത വെള്ളമൊക്കെ ഒഴിക്കുകയാണ്. ആണെങ്കിൽ കോഫി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ കിരൺ ആണെങ്കിൽ കയ്യിൽ പിടിച്ചിട്ട് മുഖത്തോട് ചേർത്ത് പിടിക്കുകയാണ്. ആണെങ്കിൽ മയക്കത്തോടെ പ്രീതയോട് പറയാണ്, ഇന്ന് എവിടെ നോക്കിയാലും നിന്നെ മാത്രമാണ് കാണുന്നത്, എനിക്ക് മയങ്ങാൻ വേണ്ടി ഒന്നും കുടിക്കേണ്ട ആവശ്യമില്ല, നീ അടുത്തുണ്ടായാൽ മാത്രം മതി, നിന്നെ എനിക്ക് അത്രയ്ക്ക് മിസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. എന്തിനാണ് എന്നെ വിട്ടിട്ട് പോകുന്നത്, നീ എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഞാനാണെങ്കിൽ വീണ്ടും പറയുകയാണ്, നിന്നെ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നു, പൃഥ്വിയുടെ അടുത്തു നിന്ന് നിന്നെ ഒരുപാട് ദൂരെ ഞാൻ കൂട്ടിയിട്ട് പോകുമെന്നൊക്കെ പറയാണ്. ഇതേപ്പോൾ പറയാണ്, നീ ശരിക്കും ബോധമില്ല ഇപ്പോൾ, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും നിനക്ക് കുടിക്കാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറയുന്നു. പൃഥ്വിയാണെങ്കിൽ കിരണും പ്രീതയുമുള്ള റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഷേർലിൻ തടയുകയാണ്. ഷേർലിൻ പറയുകയാണ്, പൃഥ്വി ഇപ്പോൾ അങ്ങോട്ട് ചെന്നാൽ പ്രീതയ്ക്ക് സംശയമാകും, അവൾ അവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞെന്ന് സംശയമാകും, അതുകൊണ്ട് പോകണ്ട എന്ന് പറയുന്നു. പൃഥ്വി അപ്പോൾ പറയാണ്, ഷേർലിൻ പറഞ്ഞതിലും കാര്യമുണ്ട്, ഞാനിപ്പോൾ പോകുന്നില്ല എന്ന്. പ്രീതിയാണെങ്കിൽ കിരണിനെ ഇവിടെയുള്ള ഏതെങ്കിലും ഡോക്ടറിനെ കാണിക്കണമെന്ന് കരുതി വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നു. പ്രീതിയാണെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങി വരുന്നത് മോനിഷ കാണുന്നു. മോനിഷയാണെങ്കിൽ വീണ്ടും ആ റൂമിലേക്ക് തന്നെ കയറുകയാണ്. പൃഥ്വിയോട് ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട്, പ്രീതയാണെങ്കിൽ ഇനിയും ഈ റൂമിലേക്ക് വരാതെ നീ നോക്കിക്കോണം, എൻ്റെ പ്ലാൻ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ്. പൃഥ്വിയാണെങ്കിൽ ഷേർലിനോട് പറയുകയാണ്, ഞാൻ പ്രീതയുടെ അടുത്തേക്ക് പോവുകയാണെന്ന്. ഷേർലിൻ അപ്പോൾ പറയുന്നുണ്ട്, ഈ പ്ലാൻ നമുക്ക് അവസാനിപ്പിക്കാമെന്ന്. പക്ഷേ പൃഥ്വി കേൾക്കുന്നില്ല. രോഹിത് ആണെങ്കിൽ സമീറിനെ ഫോൺ ചെയ്യുന്നു. എത്ര നേരമായിട്ട് കിരണിനെ ഫോൺ ചെയ്യുകയാണ്, എടുക്കുന്നില്ല, നീ എന്തെടുക്കുകയാണെന്നൊക്കെ ചോദിക്കുന്നു. സമീർ അപ്പോൾ പറയാണ്, കിരൺ എവിടാണെന്ന് എനിക്കറിയത്തില്ല, ഇവിടെ എല്ലാം നോക്കിയിട്ടും കാണുന്നില്ല എന്ന് പറയുന്നു. അതുമാത്രമല്ല പൃഥ്വിയും കാണുന്നില്ല എന്ന് പറയുകയാണ്. രോഹിത് അപ്പോൾ പറയാണ്, ഉടനെ തന്നെ ഞാൻ അങ്ങോട്ട് വരികയാണ്, എൻ്റെ അനിയനെ സംരക്ഷിക്കേണ്ട കടമ എനിക്കുമുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരികയാണെന്ന് പറയുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്